നമസ്കാരം. മാലയോഗം ഭാഗം 4. ഭാമിനി വിജയലക്ഷ്മിയുടെ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ കണ്ടത് മിഴികൾ തുറന്ന് എന്തോ ആലോചനയിൽ കിടക്കുന്ന വിജയലക്ഷ്മിയെയായിരുന്നു. ഭാമിനിയെ കണ്ടതും അവർ മിഴികൾ പൂട്ടി ഉറങ്ങുന്നതുപോലെ നടിച്ചു. "വല്യാത്തോലെ, എന്നോട് പിണക്കമാണോ?" പതിഞ്ഞ സ്വരത്തിൽ ഭാമിനി പറയുന്നത് കേട്ട് അവർ മിഴികൾ തുറന്നു. "ഞാനെന്തിനാ പിണങ്ങുന്നേ? എല്ലാവർക്കും ഞാനൊരു ഭാരമാണല്ലോ. നിനക്കും ഞാനൊരു ഭാരമായി കാണും. അതല്ലേ പറയാതെയും അറിയാതെയുമുള്ള ഈ അവധിയെടുക്കൽ. ഇതാപ്പോൾ നന്നായേ. തൊടാനും കുളിപ്പിക്കാനും ഒരാളെ പിടിക്കുമെന്ന് വെച്ചാൽ ഇവിടെയുള്ളവർ എന്താ ചെയ്യുക? എന്നിട്ട് കുറ്റം ഇപ്പോൾ നമുക്കും." കട്ടിയുള്ള കൂട്ടുപിരികവും വിടർന്ന മിഴികളും ദേഹമാസകലം ആഭരണങ്ങളുമൊക്കെ ധരിച്ച ഒരു സ്ത്രീ വാതിലിനരികിൽ വന്ന് പറയുന്നത് കേട്ടപ്പോൾ ഭാമിനി അങ്ങോട്ട് നോക്കി. "നിന്നെ ഇപ്പോൾ ആരാ ഇങ്ങോട്ട് വിളിച്ചേ?" വിജയലക്ഷ്മി ദേഷ്യത്തോടെ മുഖം തിരിച്ചു. അതോടെ വെള്ള കസവ് സാരിയുടുത്ത സൗപർണിക അവർക്കരികിലേക്ക് വന്നു. തളർവാദം പിടിച്ച് പാറ പോലെ കിടക്കുകയാണെങ്കിലും നാക്കിന് വലിയ ഉശിര. ശൗര്യത്തോടെ സൗപർണിക പറഞ്ഞു, "എൻ്റെ കാരണം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും വഴക്ക് പിടിക്കേണ്ട. തെറ്റ് എൻ്റേത് തന്നെ. വരുന്നില്ലെങ്കിൽ ഒരാളെ വിട്ടെങ്കിലും അക്കാര്യം ഇവിടം അറിയിക്കണമായിരുന്നു. ഇന്നലെ ഇങ്ങോട്ട് വരണമെന്ന് ഉദ്ദേശിച്ച് തന്നെയായിരുന്നേ. പക്ഷേ പ്രഷർ കുറഞ്ഞിട്ട് ആകെ തളർച്ച തോന്നി." അവരുടെ മുഖത്തേക്ക് നോക്കാതെ ഭാമിനി പറഞ്ഞൊപ്പിച്ചു, "നീ അയ്യോ പാവമൊന്നും ചമയണ്ട. നിനക്ക് കയ്യില്ലെങ്കിൽ എന്താ? എന്തിനും പോന്ന ഒരുത്തിയില്ലേ വീട്ടിൽ, ഇങ്ങോട്ട് പറഞ്ഞയച്ചാലെന്താ?" സൗപർണികയുടെ സ്വരത്തിന് ഗാംഭീര്യം കൂടി വന്നു. "അവൾക്ക് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകാനുള്ളതല്ലേ. ഇപ്പോൾ അവൾക്ക് ബാങ്കിലൊരു ഉദ്യോഗം കിട്ടിയിട്ടുണ്ട്. എറണാകുളത്തുള്ള ഒരു ബാങ്കിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അടുത്ത മാസം തൊട്ട് അവിടെ ജോലിക്ക് പോയി തുടങ്ങണമെന്ന എഴുത്തിലുണ്ടായിരുന്നത്." ഭാമിനി അവസാന വാചകം പറഞ്ഞത് വിജയലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിയായിരുന്നു. അവരുടെ മുഖം അത് കേട്ട് മന്ദഹസിച്ചു. "എറണാകുളത്തേക്കോ?" വന്നു ഭാമിനിക്ക് തീരെ ബോധമില്ലാതായി തുടങ്ങിയോ? കെട്ടുപ്രായമായി നിൽക്കുന്ന പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ അന്യനാട്ടിലേക്കൊക്കെ വിട്ടാൽ തോന്നിയ പോലെയാവും കൂത്താട്ട്. സൗപർണിക ശബ്ദം കൊണ്ട് ആ മുറിയാകെ കൊടുമ്പിരി കൊണ്ടു. എതിർത്ത് മറുപടി പറയാൻ ഭാമിനിയുടെ നാവ് പൊങ്ങിയില്ലെങ്കിലും വിജയലക്ഷ്മിയോടുള്ള ബഹുമാനം കൊണ്ട് അവർ ഉള്ളിൽ നുരഞ്ഞു പൊങ്ങിയ അമർഷം നിയന്ത്രിച്ചു. "സൗപർണിക, അധികം പ്രസംഗം നടത്തണ്ട. ഒന്നിവിടെ നിന്ന് പോയോ? എനിക്കൊന്ന് കുളിക്കണം." വിജയലക്ഷ്മി ആജ്ഞാപനയോടെ പറഞ്ഞതും ഇരുവരെയും തുറപ്പിച്ചൊന്ന് നോക്കി ചാടിത്തുള്ളി സൗപർണിക മുറി വിട്ടു പോയി. "ഓ, നമ്മൾ പറഞ്ഞാൽ കുറ്റം, അനുഭവിക്കുമ്പോൾ പഠിച്ചോളും." പോകുന്നതിനിടയിൽ സൗപർണിക പതിഞ്ഞ സ്വരത്തിൽ പിറുപിറുക്കുന്നത് ഇരുവർക്കും കേൾക്കാമായിരുന്നു. "നീ അതൊന്നും കാര്യമാക്കണ്ട. അവൾക്ക് ഭ്രാന്താ. ഈ തറവാടും ഇവിടുത്തെ പദവികളും അവൾക്ക് കിട്ടണം. അതാണിപ്പോൾ ഉള്ളിലിരിപ്പ്. എന്നിട്ട് ഈ മഠത്തിലെ ആത്തോലമയായി വാഴണം. വായിക്കുന്നുണ്ട് ഞാൻ അവളെ." അമർഷത്തോടെ വിജയലക്ഷ്മി പറയുന്നത് മൗനമായി ഭാമിനി കേട്ടു നിന്നു. "ഭാമിനി, ആ കഥക് രണ്ടും കുറ്റിയിട്ടേക്ക്." ഭാമിനി ശരിയെന്ന് തലയാട്ടിക്കൊണ്ട് അനുസരണയോടെ കഥക് കുറ്റിയിട്ട് തിരികെ വന്ന് വിജയലക്ഷ്മിയുടെ കെട്ടിവെച്ച മുടി പതിയെ അയച്ചെടുത്തു. വിജയലക്ഷ്മിയുടെ വലതുഭാഗമാണ് തളർന്നിരിക്കുന്നത്. ഭാമിനി അവരെ ഇരു കൈകളും തോളിൽ കയറ്റി പതിയെ എഴുന്നേൽപ്പിച്ചിരുത്തി. കുഞ്ഞമ്പുൻ നമ്പ്യാരും വിജയലക്ഷ്മിയും മഠത്തിൻ്റെ കെടാവിളക്കായിരുന്ന കാലത്ത് ഓണം വന്നാലൊക്കെ തിരുവോണം വരെ ആ നാട്ടുകാർക്ക് ഇലയിട്ട് സദ്യ വിളമ്പുമായിരുന്നു. പരാതികളോ പ്രശ്നങ്ങളുമായി ആര് ഇലഞ്ഞിത്തറ മഠത്തിൻ്റെ മുൻപിൽ വന്നു നിന്നാലും പരിഹാരം കാണിക്കാതെ വന്നയാളുകളെ പറഞ്ഞുവിട്ട ചരിത്രമുണ്ടായിട്ടില്ല. വിജയലക്ഷ്മിയെ കുളിപ്പിച്ച് മുണ്ടും ജാക്കറ്റും നേരിയതും ഉടുപ്പിച്ച് കിടത്തിയപ്പോഴേക്കും ഭാമിനിയാകെ തളർന്നിരുന്നു. എങ്കിലും മുഖത്ത് അതിൻ്റെ യാതൊരു അവശതയും കാണിക്കാതെ വിജയലക്ഷ്മിയെ നോക്കിയവർ പുഞ്ചിരിച്ചു. "കിതച്ചോ നീയ്?" അതീവ ദുഃഖത്തോടെ വിജയലക്ഷ്മി ഭാമിനിയുടെ നെറ്റിയിൽ പൊഴിഞ്ഞ വിയർപ്പ് കണങ്ങളിലേക്ക് നോക്കി. "ഹേയ്, എനിക്കിത് ശീലമായല്ലോ. പിന്നെന്ത് കിതപ്പ്? ആർക്കും ഒരു ഭാരമാവാതെ ഈ കിടന്ന കിടപ്പിൽ അങ്ങോട്ട് മരിക്കണേ എന്നാ ഈശ്വര ഭഗവാനോട് തേടാറുള്ളൂ. വല്യാത്തോൽക്ക് ഈടെയായിട്ട് ചിന്തകൾ ഇത്തിരി കൂടുന്നുണ്ട്. നല്ലതിനല്ല അതിനൊന്നും." താക്കീതോടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ ഭാമിനി തുടച്ചു കൊടുത്തു.
മനസ്സിലൊരു ഒറ്റ ആശ കൂടിയേ ബാക്കിയുള്ളൂ, എൻ്റെ ഭരതൻ്റെ വിവാഹം. അത് പറയുമ്പോൾ വിജയലക്ഷ്മിയുടെ മിഴികൾ തിളങ്ങി. അതുകൂടെ കണ്ടിട്ട് കണ്ണടഞ്ഞാൽ മതിയെന്നും ആഗ്രഹമുണ്ട്. ഭാമിനി, നീ എൻ്റെ അരികിലൊന്നിരിക്കെ, എനിക്ക് നിന്നോടൊരൽപ്പം സംസാരിക്കാനുണ്ട്. ഭാമിനി വിജയലക്ഷ്മിയുടെ അഴുക്ക് തുണികളും ബെഡ്ഷീറ്റും കൂട്ടിയെടുക്കുന്നതിനിടയിൽ വിജയലക്ഷ്മി പറയുന്നത് കേട്ട് അവർ ആശങ്കയോടെ അവർക്കരികിൽ വന്നു നിന്നു. ഞാൻ പിന്നെ വരാം ആത്തോലമ്മേ, ഈ മുറിയൊന്ന് തുടച്ചിടാനുണ്ട്, ഇതൊക്കെ ഒന്ന് അലക്കിടണം. ആത്തോലമ്മയ്ക്കുള്ള ഔഷധക്കഞ്ഞി തയ്യാറാക്കാനുമുണ്ട്. ഭാമിനി പോകാൻ ആക്കം കൂട്ടിയതും വിജയലക്ഷ്മി അവരുടെ ഇടത് കരം കൊണ്ട് ഭാമിനിയുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ, നീ ഒരല്പം നേരം ഇവിടെ ഇരി. ഇന്ന് എനിക്ക് നിന്നോടത് പറയണമെന്ന് അതിയായ ആഗ്രഹം. ഇനിയും ഇത് മനസ്സിൽ കൊണ്ട് നടക്കാൻ എനിക്കാകില്ല. എന്നോടൊരു കാര്യം പറയാൻ ഇത്രയേറെ മുഖവൈരയുടെ ആവശ്യമുണ്ടോ ആത്തോലമ്മയ്ക്ക്? ഭാമിനിയുടെ ആ പറച്ചിൽ വിജയലക്ഷ്മിക്ക് നൽകിയ ആത്മധൈര്യം കുറച്ചൊന്നുമല്ലായിരുന്നു. നിന്റെ ഉണ്ണിമായെ എൻ്റെ ഭരതന് കൊടുത്തൂടെ? പറയുമ്പോൾ വിജയലക്ഷ്മി ഭാമിനിയുടെ ഇരു കരങ്ങളും കവർന്നു പിടിച്ചിരുന്നു. കേട്ട വാർത്തയുടെ പൊരുൾ മനസ്സിലാവാതെ ഭാമിനി ആ ഇരിപ്പങ്ങനെ തുടർന്നു. ആത്തോലമ്മ പറയുന്നത് എനിക്കങ്ങട് ഭരതനെ കൊണ്ട് നമുക്ക് ഉണ്ണിമായെ കല്യാണം കഴിപ്പിക്കാം. ഭാമിനി പറഞ്ഞു മുഴുമിപ്പിക്കും മുമ്പേ വിജയലക്ഷ്മി അവരുടെ ആഗ്രഹം ആവർത്തിച്ചു പറഞ്ഞു. വിജയലക്ഷ്മിക്ക് മറുപടി നൽകാതെ അമ്പരപ്പോടെ അവരെ ആ മുറി വിട്ടിറങ്ങി. ആലയിലിരുന്ന് പഴുപ്പിച്ചെടുത്ത ഇരുമ്പിൽ കവിത ആഞ്ഞടിക്കുമ്പോൾ തങ്കപ്പൻ പിറകിൽ വന്നു നിൽക്കുന്നത് അവൾ അറിഞ്ഞിരുന്നില്ല. പുറംതിരിഞ്ഞിരിക്കുന്ന അവളുടെ വശ്യമായ ശരീരത്തെ ഒന്നാകെ നോക്കി അയാളുടെ ചുണ്ടുകൾ മുറുകെ കടിച്ചു. അവളുടെ ശ്രദ്ധ പതിക്കാൻ പതിയെ ചുമച്ചു. അയാളുടെ സാമീപ്യം അറിഞ്ഞതും കവിത തിരിഞ്ഞു നോക്കിയില്ല. വീണ്ടും അതേപടി ചുമച്ചും കയ്യിലുള്ള പ്ലാസ്റ്റിക് കവർ ശബ്ദപ്പെടുത്തിക്കൊണ്ടും അയാൾ അവളെ അരോചകപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഗത്യന്തരമില്ലാതെ കവിത തിരിഞ്ഞു നോക്കിയതും അവളുടെ ചെന്നിയിലൂടെ വിയർപ്പ് തുള്ളികൾ കിനിഞ്ഞിറങ്ങുന്നുണ്ടായിരുന്നു. അവൾ അവജ്ഞയോടെ അയാളെ തുറച്ചു നോക്കി. പുഷ്പന് ജീവിതത്തിൽ പിണഞ്ഞൊരു പറ്റായിരുന്നു തങ്കപ്പൻ. പുറം നാട്ടിൽ നിന്നും കെട്ടിട നിർമ്മാണ ജോലിക്കായി കുന്നിമണി ഗ്രാമത്തിൽ എത്തിയതായിരുന്നു തങ്കപ്പൻ. ആദ്യം ഉണ്ണിത്താനുമായുള്ള മണൽക്കടത്തൽ ഇടപാടുമായി സുഹൃത്തുക്കളുമായി കൊണ്ടാണ് തങ്കപ്പൻ എന്ന കരട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഉണ്ണിത്താൻ വഴി തങ്കപ്പൻ പുഷ്പനെയും പരിചയപ്പെട്ടു. തങ്കപ്പൻ്റെ അധ്വാനശീലവും ആത്മാർത്ഥതയും കണ്ട് പുഷ്പൻ സുനിതയെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. കാഴ്ചയിൽ കവിതയേക്കാൾ അംഗലാവണ്യവും നിറവും കൂടുതൽ സുനിതക്കായിരുന്നു. പഠനത്തിൽ മിടുക്കിയായിരുന്ന സുനിതയെ എല്ലാവരും നിർബന്ധിച്ച് തങ്കപ്പനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. സുനിത വിപിനെ വയറ്റിൽ ഇരിക്കുമ്പോഴായിരുന്നു പുഷ്പൻ്റെ മരണം. പുഷ്പൻ്റെ മരണത്തോടെ മാനസികമായി ആ കുടുംബം തകർന്നോ? സുനിതയുടെ പ്രസവത്തെ തുടർന്നുണ്ടായ സങ്കീർണതകൾ അവളുടെ മനസ്സിൻ്റെ താളം തെറ്റിച്ചു കഴിഞ്ഞിരുന്നു. ആദ്യം സുനിതയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. സദാ നേരവും ഊർജ്ജസ്വലതയോടെ ചാടിത്തുള്ളി നടന്നിരുന്ന പ്രകൃതമായിരുന്നു സുനിതക്ക്. പിന്നീട് ആലോചനയിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന സുനിത ആ കുടുംബത്തിനൊരു സ്ഥിരം കാഴ്ചയായി. മാസങ്ങൾ കഴിഞ്ഞതും രോഗം മൂർച്ഛിച്ചു തുടങ്ങി. വിപിന് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ സുനിത ആ കൈക്കുഞ്ഞിനെ എടുത്തു കുളത്തിലിട്ടു. ഭാഗ്യത്തിന് തക്ക സമയത്തിന് തന്നെ രമണിയുടെ അമ്മ കണ്ടതുകൊണ്ട് വിപിനെ രക്ഷിക്കാൻ കഴിഞ്ഞു. ഇതോടെ സുനിതയുടെ മാനസിക നില തകർന്ന കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടായി. നാട്ടുകാരുടെ ചോദ്യവും പറച്ചിലും കൊണ്ട് സൈകെട്ട് തങ്കപ്പൻ അവളെ അടിക്കാനും തുടങ്ങി. കവിതയുടെ കുടുംബത്തെ തളർത്തിയ മറ്റൊരു സംഭവമായിരുന്നു തങ്കപ്പൻ്റെ മാറ്റം. അത്രയും കാലം അവരോടെല്ലാം സ്നേഹത്തോടെ പെരുമാറുകയും സുനിതയെയും മക്കളെയും കരുതലോടെ ഒപ്പം ഇരിക്കുകയും ചെയ്തിരുന്ന തങ്കപ്പൻ പിന്നീട് അങ്ങോട്ട് മദ്യപിച്ചു വന്ന് വഴക്കായി. മുഴുഭ്രാന്തിയായി തുടങ്ങിയ സുനിതയ്ക്ക് വേണ്ട ചികിത്സ നൽകാൻ പോലും അയാൾ മുതിർന്നില്ല. ഗത്യന്തരമില്ലാതിരുന്ന സാഹചര്യത്തിൽ വാങ്ങിയ പണത്തിൻ്റെ പേരിലായി ഇപ്പോൾ വഴക്ക്. എനിക്ക് കുറച്ച് കാശ് വേണം. പതിഞ്ഞ സ്വരത്തിൽ തങ്കപ്പൻ പറയുന്നത് കേൾക്കാത്തതുപോലെ അഭിനയിച്ചു കവിത പഴുപ്പിച്ച ഇരുമ്പ് ലോഹത്തിൽ ആഞ്ഞടിച്ചു. എടി കാശെടുക്കടി. കവിതയുടെ ആ പ്രവൃത്തി അയാളെ കൂടുതൽ ചൊടിപ്പിച്ചു. എൻ്റെ കാശൊന്നുമില്ല. ജ്വലിക്കുന്ന മിഴികളോടെ കവിത തലയുയർത്തി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക?
നീ ഇവിടെ അടിച്ചും പഴുപ്പിച്ചും കുറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ. നിന്റെ തള്ള ഇലഞ്ഞിത്തറയിൽ കിടന്ന് നിരങ്ങിയും ഉണ്ടാക്കുന്നത് കാശ് തന്നെയല്ലേടി? ഞാൻ കാശ് ചോദിക്കുമ്പോൾ മാത്രം എന്താടി നിനക്കെത്ര പൊള്ളൽ? തങ്കപ്പൻ അവൾക്ക് നേരെ കയർത്തു. അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ജീവിക്കാനാ. തന്നെ പോലെ ഒരു കഴിവ് കെട്ടവൻ ചോദിക്കുമ്പോൾ കൊടുക്കാനല്ല. നിന്റെ തന്തയെ പുഴയിൽ മുക്കിക്കൊന്ന ആ ഉണ്ണിത്താൻ്റെ മോൾക്ക് നീ കാശ് വാരിക്കൊടുക്കുന്നുണ്ടല്ലോ. തങ്കപ്പൻ കാലുമടക്കി കുനിഞ്ഞിരുന്നു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കാശ് കൊടുക്കും. തങ്കപ്പൻ്റെ കാര്യം നോക്കിയാൽ മതി. കവിത പല്ലുകൾ ഞെരിച്ചു. ഞാൻ ചോദിക്കുന്നത് എൻ്റെ കാശാ. തള്ളയും മോളും കൂടി എൻ്റെ കാശ് പിടുങ്ങി വച്ചേക്കുമല്ലേ. ഞാൻ കാശ് തരും. തങ്കപ്പൻ ഒന്ന് പോയി തരുമോ? എനിക്ക് കുറേ ജോലിയുണ്ട്. അയാൾക്ക് മുഖം കൊടുക്കാതെ അവൾ ജോലിയിൽ ഏർപ്പെട്ടു. എൻ്റെ കാശ് എങ്ങനെ തരുമെന്നാടി? രൂപ ഒന്നും രണ്ടുമല്ല, 10,000 രൂപയാ അന്ന് ആശുപത്രിയിൽ നിന്ന് എണ്ണി വാങ്ങിയത്. ജീവൻ പോകുന്നത് വരെ ഞാനും എൻ്റെ അമ്മയും പണിയെടുത്തിട്ടാണെങ്കിലും തനിക്ക് തരാനുള്ള പണം തന്നിരിക്കും. താനൊന്ന് പോയ സൈകെട്ട് കവിത അലറി. നിന്നോട് മര്യാദക്ക് ഞാൻ പറഞ്ഞതല്ലേ കാശുണ്ടാക്കാനുള്ള വഴി. ഇപ്പോഴും തങ്കപ്പൻ അത് തന്നെ പറയുന്നു. നീ ഈ ആലയിൽ കിടന്ന് ചൂടും പൊള്ളലേറ്റും കഴിയേണ്ടവളല്ല. കോടീശ്വരിയെപ്പോലെ കഴിയാനുള്ള അത്രയും കാശ് നിനക്ക് വാരാം. അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. പറയുന്നതിനിടയിൽ അയാൾ അവളെ നോക്കി കണ്ണിറുക്കി. തങ്കപ്പൻ്റെ കൂടെ ഒന്ന് വന്നാൽ മാത്രം മതി. കാശുകെട്ടിൻ്റെ പുറത്ത് ഉറങ്ങുന്ന സേട്ടുമാർ, കച്ചവടക്കാർ, പോലീസ്, അബ്കാരി, കോൺട്രാക്ടർമാർ, ഒന്നും പോരെങ്കിൽ രാഷ്ട്രീയക്കാർ വരെയുണ്ട് ഈ തങ്കപ്പൻ്റെ കസ്റ്റഡി. അയാൾ നെഞ്ചിൽ ആഞ്ഞടിച്ചു. നിന്റെ ഒരു സമ്മതം മാത്രം മതി. ബാക്കിയൊക്കെ തങ്കപ്പൻ ഏറ്റിരിക്കും. പിന്നെ നീ ആരാ? രാജകുമാരി. തങ്കപ്പൻ കവിതയുടെ കാതോരം വന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞപ്പോൾ ശിരസിൽ നുരഞ്ഞു പൊങ്ങിയ അരിശം ചെന്നിയിലൂടെ അരിച്ചിറങ്ങിയതും അവൾ കയ്യിലെ ലോഹമെടുത്തു അയാൾക്ക് നേരെ നീട്ടി. ഇനി ഇതും പറഞ്ഞ് താൻ ഇവിടെ വന്നാൽ ഇത് ഞാൻ നിന്റെ പള്ളക്ക് കയറ്റും. വിയർത്തൊലിച്ച കരങ്ങൾ ബലത്തോടെ നീട്ടിപ്പിടിച്ചു അവളത് പറഞ്ഞതും തങ്കപ്പൻ അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി അവിടെ നിന്നും എഴുന്നേറ്റു. തങ്കപ്പൻ ആലയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടും കവിതയുടെ ഉള്ളിലെ അരിശം അടങ്ങുന്നുണ്ടായിരുന്നില്ല. അവളുടെ ശ്വാസഗതി അവൾക്ക് കേൾക്കാൻ പാകത്തിൽ ഉയർന്നു വന്നു. തങ്കപ്പൻ ചമ്മിയ മുഖത്തോടെ മുന്നോട്ട് നടന്നതും കയ്യിൽ ഒരു ഭാണ്ഡവുമായി സുചിത്ര അയാളുടെ മുമ്പിൽ വന്നു നിന്നു. അവരുടെ ഇരുമിഴികളും ജ്വലിക്കുന്നുണ്ടായിരുന്നു. താൻ പറഞ്ഞത് അത്രയും സുചിത്ര കേട്ടിട്ടുണ്ടാകുമെന്ന് അവരുടെ മുഖത്ത് നിന്ന് തങ്കപ്പൻ വായിച്ചെടുത്തു. നോക്കി പേടിപ്പിക്കാതെ എൻ്റെ കാശെടുതള്ളേ. തങ്കപ്പൻ മുഴുമിപ്പിക്കും മുമ്പേ സുചിത്ര ഭാണ്ഡക്കെട്ടിന് പിറകിൽ പിടിച്ചിരുന്ന പണക്കെട്ട് അയാൾക്ക് നേരെ നീട്ടി. അയാളുടെ മുഖത്ത് അമർഷം മാറി ആർത്തിയാകുന്നത് സുചിത്ര നോക്കി നിന്നു. ഇത് 8 ഉള്ളൂ, ബാക്കി? അയാൾ അപ്പോൾ തന്നെ കയ്യിലെ നോട്ടുകെട്ടുകൾ എണ്ണി തീർത്തു. ബാക്കിയും തന്നു തീർത്തിരിക്കും. ഇനി തങ്കപ്പൻ എൻ്റെ മക്കളെ വന്ന് ശല്യം ചെയ്യരുത്. സുചിത്രയുടെ മുഖം രോഷം കൊണ്ട് വലിഞ്ഞു മുറുകി. അവർ മെഴികൾ കൂപ്പിച്ച് തങ്കപ്പനെ തറപ്പിച്ചു നോക്കി നിന്നു. തിരക്കുള്ള ബസ്സിൽ നിന്നും ആളുകളെ വകഞ്ഞു മാറ്റി കയ്യിലൊരു കവറും പിടിച്ച് തങ്കപ്പൻ ബസ്സിറങ്ങി. ചുണ്ടിലൊരു ബീഡി വെച്ച് പോക്കറ്റിൽ തപ്പി ചുറ്റുമൊന്ന് നോക്കി. ഓലമേഞ്ഞ ഒരു ചായക്കടയും തയ്യൽ കടയും ഒരു പച്ചക്കറി കടയും മാത്രമേ ആ കൊച്ചു കവലയിൽ ഉണ്ടായിരുന്നുള്ളൂ. എടാ പീതാംബര, ആരാ വരുന്നെന്ന് നോക്കിക്കേ. ചായക്കടയിലിരുന്ന് ചായ വലിച്ചു കുടിക്കാൻ ഒരുങ്ങുന്നതിനിടെ രഘു പറഞ്ഞു. അതോടെ ഗ്ലാസുകൾ കഴുകിക്കൊണ്ടിരുന്ന പീതാംബരൻ അതവിടെ ഇട്ട് ഓലത്തടുക്ക് കൊണ്ട് മറച്ച ഭിത്തിയിലെ ചെറു ജനലിലൂടെ വെളിയിലേക്ക് എത്തി നോക്കി. അന്തിസേവക്ക് വരുന്നതാവും. അവളവിടെ ഇല്ലേ? ചായ ഒരു മുറുക്ക് കുടിച്ചതിന് ശേഷം വഷളൻ ചിരിയോടെ രഘു പറഞ്ഞു. പീതാംബരനെ കണ്ടതും തങ്കപ്പൻ നടത്തത്തിൻ്റെ ആക്കം കൂട്ടി. മേശപ്പുറത്ത് ഇരിക്കുന്ന തീപ്പെട്ടി കയ്യിലെടുത്തു തങ്കപ്പൻ ബെഞ്ചിലിരുന്നു. പീതാംബര, കടുപ്പത്തിലൊരു ചായ. തീപ്പെട്ടി ഉരസി തങ്കപ്പൻ ആജ്ഞാപിച്ചു. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒത്തിരി സന്തോഷം. എല്ലാവർക്കും സ്നേഹം മാത്രം. നന്ദി, നമസ്കാരം.